സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശബരിമലയിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പോലീസുകാരടക്കം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വോട്ട് നഷ്ടപ്പെടും. ദേവസ്വം, പോലീസ്, KSRTC, ആരോഗ്യം, ബാങ്ക്, മരാമത്ത്, ടെലികമ്മ്യൂണിക്കേഷൻ, ഫയർഫോഴ്സ്, ജല അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളിലെ സ്ഥിരം ജീവനക്കാരുടെയും താൽക്കാലിക ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരുടെയും വോട്ടുകളാണ് നഷ്ടമാകുന്നത്. ഏകദേശം 7000-ഓളം ആളുകൾക്ക് വോട്ട് ചെയ്യാനാകില്ലെന്നാണ് പ്രാഥമിക കണക്ക്. ദേവസ്വം ബോർഡിൽ നിന്ന് മാത്രം സന്നിധാനത്തും പമ്പയിലും 700-ഓളം സ്ഥിരം ജീവനക്കാരും 1500 താൽക്കാലിക ജോലിക്കാരുമുണ്ട്. മരാമത്ത്, ഓഫീസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇതര വിഭാഗങ്ങൾ എന്നീ ജോലികൾ ചെയ്യുന്നവർ 200-ന് മുകളിലാണ്. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി 3000 പോലീസുകാരും. KSRTCയിൽ പമ്പയിൽ മാത്രം 699 ജീവനക്കാരുണ്ട്. വിവിധ ഡിപ്പോകളിൽ നിന്ന് ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവരാണ് ഇവർ. 200 വനപാലകർ ശബരിമലയിൽ, KSEB, ജല അതോറിറ്റി, ജലസേചനം, അഗ്നിശമന സേന, ആരോഗ്യം വിഭാഗങ്ങളിലും 100 കണക്കിന് ജോലിക്കാരുണ്ട്. ഇത്രയധികം ആളുകളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന വിഷയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നവർക്ക് മാത്രമേ തപാൽ വോട്ട് ചെയ്യാൻ അനുമതിയുള്ളൂ എന്നാണ് കമ്മീഷൻ അറിയിച്ചത്. ഇക്കാരണത്താൽ പോലീസുകാരടക്കമുള്ളവർക്ക് തപാൽ വോട്ടിന് അനുമതി നൽകാനാകില്ല. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മറ്റ് അടിയന്തര ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മാധ്യമപ്രവർത്തകർക്കും തപാൽ വോട്ടിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇക്കാര്യം പരിഗണിച്ചിട്ടില്ല. ശബരിമല ഡ്യൂട്ടിയിലുള്ളവരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നടപടിക്രമങ്ങളിലെ സാങ്കേതികത്വമാണ് അപ്പോഴും കമ്മീഷൻ വിശദീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.